ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ടൂറിഷ് ദാൻഡ്രീഷ് ഈഡൻ TV നടത്തുന്ന ഈ ശാബത്ത് സ്കൂളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും വീണ്ടും വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നാം പഠിക്കുന്നത് 7ാമത്തെ പാഠമാണ്. അങ്ങയുടെ ദയ ആകാശത്തോളം എത്തുന്നു. അതിൽ മനഃപ്പാഠവാക്യം സങ്കീർത്തനങ്ങൾ 57-ന്റെ 9-ഉം 10-ഉം വാക്യങ്ങളാണ്. കർത്താവേ, വംശങ്ങളുടെ ഇടയിൽ ഞാൻ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യും, ജാതികളുടെ മധ്യേ ഞാൻ അങ്ങയ്ക്ക് കീർത്തനം ചെയ്യും. അങ്ങയുടെ ദയ ആകാശത്തോളവും അങ്ങയുടെ വിശ്വസ്തത മേഘങ്ങളോളവും വലിയതല്ലോ. ഇവിടെ സങ്കീർത്തനക്കാർ പറയുന്നത് ദൈവത്തിൻ്റെ കൃപ എല്ലാ മനുഷ്യർക്കും ആവശ്യമാണ്. എല്ലാ മനുഷ്യരും രക്ഷിക്കപ്പെടണമെങ്കിൽ, അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും ദീർഘായുസ്സോടുകൂടി ജീവിക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ പ്രത്യാശ എന്ന് പറയുന്നത് അവർക്ക് പ്രത്യാശയുടെ ലോകത്തേക്ക് അവർക്ക് എത്തണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ലഭിച്ചേ മതിയാകൂ എന്നാണ്. അതിൽ നിന്ന് ആരും വ്യത്യസ്തരല്ല. സർവ്വ മനുഷ്യർക്കും ദൈവത്തിൻ്റെ കൃപ വേണം. ദൈവം തൻ്റെ കൃപ എല്ലാവർക്കും നൽകുവാൻ, എല്ലാ കാലത്തിലുമുള്ളവർക്ക് നൽകുവാൻ, എല്ലാ തലമുറയിലുള്ളവർക്ക് നൽകുവാൻ, എല്ലാ വംശങ്ങളിലുമുള്ളവർക്ക് നൽകുവാൻ ദൈവം തയ്യാറാണ് എന്നാണ്. ആ കൃപ ഏറ്റുവാങ്ങിയ മാത്രമേ മനുഷ്യരാശിക്ക് ജീവിക്കാൻ കഴിയുകയുള്ളൂ, രക്ഷ പ്രാപിപ്പാൻ കഴിയുകയുള്ളൂ എന്ന് സങ്കീർത്തനക്കാർ മനസ്സിലാക്കുന്നു. ആ ഒരു ഭാഗമാണ് നമ്മൾ ഈ ആഴ്ച ചിന്തിക്കുന്നത്. ദൈവത്തിൻ്റെ കൃപ എത്രത്തോളം നമുക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ നമ്മുടെ ഓരോ അവസരങ്ങളിലും നമ്മുടെ ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നു. ദൈവത്തിൻ്റെ കൃപ നമുക്ക് ഇല്ല എങ്കിൽ ഒരു മനുഷ്യൻ എന്തൊക്കെ സംഭവിക്കും? ആ ദൈവത്തിൻ്റെ കൃപ എല്ലാവർക്കും അത്യന്താപേക്ഷിതമാണ് എന്ന് കാണിക്കുന്ന ഒരു പാഠഭാഗമാണ് നാം ഈ ആഴ്ച ചിന്തിക്കുന്നത്. ആ പാഠഭാഗത്തിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ മാന്യപ്രേക്ഷകരെയും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞായറാഴ്ച ഭാഗത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ കരുണ എന്നേക്കും നിലനിൽക്കുന്നു. അപ്പോൾ സങ്കീർത്തനങ്ങൾ 136 വായിക്കുമ്പോൾ പറയുന്നത്, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കും ഉള്ളത്. അപ്പം സദാകാലത്തേക്കും നിലനിൽക്കുന്നതാണ് കർത്താവായ ദൈവത്തിൻ്റെ കൃപ അല്ലെങ്കിൽ കരുണ എന്ന് പറയുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുവാനാണ് ഈ സങ്കീർത്തനങ്ങളിൽ ആഹ്വാനം ചെയ്യുന്നത്. യഹോവയെ സ്തുതിപ്പിൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനോട് എന്നാണ് സങ്കീർത്തനങ്ങളിൽ എല്ലാവരോടും ആവശ്യപ്പെടുന്നതാണ്. കാരണം ദൈവം നല്ലവനാണ്, ദൈവത്തിൻ്റെ കൃപ എന്നേക്കുമുള്ളത് എന്നാണ് സങ്കീർത്തനങ്ങൾ 136 പറയുന്നത്. അപ്പം എല്ലാവരും ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ ഇവിടെ പറയുന്നത് അളവില്ലാത്ത ശക്തിയും മാഹാത്മ്യവും തൻ്റെ സുസ്ഥിരമായ സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. അപ്പം ദൈവത്തിൻ്റെ കൃപയ്ക്ക് വേണ്ടി, ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം, ദൈവത്തെ സ്തുതിക്കണം എന്നാണ് സങ്കീർത്തനക്കാരൻ 136 നമ്മുടെ ആഹ്വാനം ചെയ്യുന്നത്. ഇവിടെ അതുപോലെ തന്നെ ദൈവത്തെ പറയുന്നത് ദൈവാദി ദൈവവും കർത്താദി കർത്താവും എന്നാണ് അതിൽ പറയുന്നത്. അതിൻ്റെ അർത്ഥം ഏക ദൈവം, നാം ആരാധിക്കുന്ന ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ദൈവം ഏകനാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ചതും ഈ ലോകത്തുള്ള സർവ്വചരാചരങ്ങളെ മെനഞ്ഞവനും നാം ആരാധിക്കുന്ന ദൈവമാണ്. അല്ലാതെ മറ്റൊരു ദൈവവും ഇല്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദൈവാദി ദൈവവും കർത്താദി കർത്താവും എന്ന് പറയുന്നത് ഏകനായ ദൈവത്തെയാണ് സൂചിപ്പിക്കുന്നത്. പക്ഷെ നാം ചുറ്റും നോക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയും, മറ്റുള്ളവർ സൃഷ്ടികളെ ആരാധിക്കുന്നു. നമ്മുടെ ദൈവം സൃഷ്ടിച്ചതായ സൃഷ്ടികളെ ആരാധിക്കുന്നു. എന്നാൽ നാം ആരാധിക്കുന്നത് ആ സൃഷ്ടിച്ചതായ ഏക ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത്. നാം ആരാധിക്കേണ്ടതും ആ ദൈവത്തെയാണ്, നാം ആരാധന നൽകേണ്ടതും ആ ദൈവത്തെയാണ്. മറ്റുള്ളവർ, ചില ആൾക്കാരെങ്കിലും സൃഷ്ടികളെ ആരാധിക്കുമ്പോൾ നാം ആരാധിക്കേണ്ടത് ആ സൃഷ്ടികളെയൊക്കെ ഉണ്ടാക്കിയതായ നമ്മുടെ ദൈവത്തെയാണ് എന്ന് പറയുന്നത്. ഇവിടെ ദൈവത്തിൻ്റെ ബലമുള്ള കൈയും നീട്ടിയ ഭുജവും കാണിക്കുന്നു. ദൈവത്തിൻ്റെ കരുണയാണ് അവിടെ പ്രകടമാക്കുന്നത്, ദൈവത്തിൻ്റെ ശക്തിയാണ് അവിടെ പ്രകടമാക്കുന്നത്. ഇവിടെ പറഞ്ഞത് സൃഷ്ടിയിലെയും ചരിത്രത്തിലെയും ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൽ ആശ്രയിപ്പിക്കുന്നതിനും തൻ്റെ ഉടമ്പടിയോട് വിശ്വസ്തരായിരിക്കുന്ന ദൈവജനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ, ദയ എന്ന് പറയുന്നത് അത് സൃഷ്ടിപ്പിലൂടെ മാത്രമല്ല,
ആ കാലങ്ങളായ ദൈവജനത്തോട് ദൈവം കാണിച്ചു വരുന്ന കരുണ എന്നൊക്കെ പറയുന്നത്, കരുണയും ആ സ്നേഹവും ദയയും എന്ന് പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ഒരു വലിയ പ്രത്യാശയും ഒരു വലിയ ഉറപ്പുമാണ് നൽകുന്നത്. കാരണം ദൈവത്തിൽ ആശ്രയിക്കുന്നവർക്ക് ദൈവം കൃപ നൽകുന്നു, ദൈവം കരുണ നൽകുന്നു എന്ന ഒരു വലിയ പ്രത്യാശ ദൈവത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഓരോ ദൈവത്തിൻ്റെ പൈതങ്ങളെയും സഹായിക്കുന്നു. ഈ സങ്കീർത്തനങ്ങൾ 136 ഏകദേശം 26 പ്രാവശ്യമാണ് ദൈവത്തിൻ്റെ ദയ വലിയതല്ലോ, ദൈവത്തിൻ്റെ ദയ വലിയതല്ലോ എന്ന് ആവർത്തിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തെ അനുസരിക്കുന്നതായ, ദൈവത്തെ അന്വേഷിക്കുന്നവരായ ദൈവത്തിൻ്റെ മക്കൾക്ക് അത് വലിയ പ്രത്യാശയാണ് നൽകുന്നത്. ഏതൊരവസ്ഥയിലും നമുക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കും എന്ന ഒരു വലിയ സന്ദേശമാണ്, ഒരു പ്രത്യാശയാണ് നമുക്കത് നൽകിയിരിക്കുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ കരുണ എന്നേക്ക് നിലനിൽക്കുന്നതാണ്. ദൈവത്തിൻ്റെ മക്കൾക്ക് അത് വലിയൊരു പ്രത്യാശയാണ് നൽകുന്നത്, അത് വലിയ സന്തോഷമാണ് നൽകുന്നത്. ആ സങ്കീർത്തനം 136 അവസാനിക്കുന്നത് ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയുള്ളതും കൂടിയാണ്. സർവ്വ ജഡത്തിനും ആഹാരം കൊടുക്കുന്നൊരു ദൈവം, സർവ്വ ജനത്തെയും അനുഗ്രഹിക്കുന്നൊരു ദൈവം. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി ദൈവം എത്രമാത്രം കരുതലുള്ളവനാണ്, കൃപയുള്ളവനാണ്, കരുണയുള്ളവനാണ് എന്നാണ് ഈ ഞായറാഴ്ച പാഠഭാഗം നമ്മോട് പഠിപ്പിക്കുന്നത്. അത് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക്, ദൈവത്തെ അന്വേഷിക്കുന്നവർക്ക്, ദൈവത്തിൻ്റെ മക്കൾക്ക് ദൈവം ദീർഘമായ ദയയും ദീർഘമായ കരുണയും നൽകുന്നു. അത് അവർക്ക് മാത്രമല്ല, തലമുറ തലമുറയായി ദൈവം നൽകുന്നു. അത് ഒരു വ്യക്തിക്ക് മാത്രമല്ല, സർവ്വജനത്തിനും നൽകുന്നു എന്നുള്ളതാണ്. അത് ഈ അന്ത്യകാലത്ത് ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും പ്രത്യാശയും ധൈര്യവും നൽകുന്നതാണ്. ദൈവത്തിൻ്റെ കരുണ എന്നേക്കും നിലനിൽക്കുന്നതാണ്. ആ ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഭാഗം നമ്മോട് ആവശ്യപ്പെടുന്നത്. നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ. തിങ്കളാഴ്ചൻ്റെ പാഠഭാഗത്തിൻ്റെ തലവാചകം അതാണ്, നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിക്കണം. ഇത് ദാവീദ് എഴുതിയ സങ്കീർത്തനമാണ്. ഈ സങ്കീർത്തനത്തിൻ്റെ ഇത് എഴുതേണ്ട ഒരു പ്രത്യേക സാഹചര്യം എന്ന് പറയുന്നത്, കരുതിക്കൂട്ടി ഊരിയാവിനെ കൊല്ലുകയും അത് തെറ്റാണ് എന്ന് നാഥാൻ പ്രവാചകൻ വന്ന് ദാവീദിനോട് പറയുകയും ചെയ്യുമ്പോൾ ദാവീദിനുണ്ടാകുന്ന മനോവ്യസനമാണ് ഈ സങ്കീർത്തനത്തിലൂടെ കാണിക്കുന്നത്. നാഥാൻ പ്രവാചകൻ ഒരു ഉപമയാണ് ആദ്യം പറയുന്നത്. ഒരിടത്തൊരു ധനികനും ഒരു ദരിദ്രനുമായ വ്യക്തിയുണ്ട്. ആ ഉപമ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം ആ ഉപമയിലൂടെ ആ പാപത്തെ, ദാവീദ് ചെയ്ത പാപത്തെ ദാവീദിനോട് ദൈവം അറിയിച്ചപ്പോൾ, ഉണർത്തിച്ചപ്പോൾ ദാവീദിന് വല്ലാത്ത ഭയമുണ്ടായി. ഇവിടെ പറഞ്ഞത് ആത്മീക അന്ധകാരത്തിൻ്റെ നിമിഷങ്ങളിലെ അതിനീച പാപത്തിൻ്റെ ക്ഷമയ്ക്കായി അവൻ യാചിക്കുന്നു. അതായത് അത്രമാത്രം കഠിനമായ പാപമാണ് ദാവീദ് ദൈവത്തോട് ചെയ്തിരിക്കുന്നത്. ദാവീദിന് തോന്നി, ഒരു യാഗത്തിനും എൻ്റെ ഈ പാപത്തെ ക്ഷമിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെ ഏതെങ്കിലും യാഗത്തെ, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല, അതാണ് ദാവീദ് പറഞ്ഞത്, ഹനനയാഗം നീ ഇച്ഛിക്കുന്നില്ല എങ്കിൽ ഞാൻ അത് നിങ്ങൾക്ക് ചെയ്യുമായിരുന്നു. കാരണം അത്രമാത്രം ഈ യാഗത്തേക്കാൾ, ഈ യാഗം കൊണ്ട് ക്ഷമിക്കാൻ പറ്റുന്ന പാപത്തേക്കാളൊക്കെ അധികം വലിയ പാപമാണ് ഞാൻ ചെയ്തിരിക്കുന്നത് എന്ന് ദാവീദിന് ബോധ്യമായി. അതുകൊണ്ട് ദാവീദ് പറയുന്നത്, എൻ്റെ പാപത്തിനൊത്തവണ്ണം എന്നോട് പ്രതികാരം ചെയ്യാനല്ല പറഞ്ഞത്, മറിച്ച് ദൈവത്തെ പ്രകീർത്തിക്കുകയാണ് ചെയ്യുന്നത്. ദൈവമേ, അങ്ങ് ആരാണ്? അങ്ങ് കരുണയുള്ളവനാണ്, അങ്ങ് വിശ്വസ്തതയുള്ളവനാണ്, അങ്ങ് അനുകമ്പയുള്ളവനാണ്. അതുകൊണ്ട് അങ്ങയുടെ സ്വഭാവത്തിനൊത്തവണ്ണം എന്നോട് കൃപയുണ്ടാകണമെന്നാണ്. എൻ്റെ പാപം ദാവീദിന് ഉത്തമ ബോധ്യമാണ്. കാരണം ഒരു യാഗത്തിനും ആ പാപത്തെ ക്ഷമിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ദാവീദ് പറഞ്ഞത്, എൻ്റെ പാപത്തിനൊത്തവണ്ണം എന്നോട് പ്രതികാരം ചെയ്യണമെന്നല്ല പറഞ്ഞത്. കാരണം അങ്ങനെ ചെയ്യാൻ വേണ്ടി യാചിച്ചാൽ, അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ദാവീദ് ആ നിമിഷം എന്ത് ചെയ്യുമായിരുന്നു? ഈ ഭൂമുഖത്തു നിന്നും എടുക്കപ്പെടുമായിരുന്നു. പക്ഷേ ദാവീദോട് പറയുന്നത്, ദൈവത്തിൻ്റെ സ്വഭാവത്തെ, ക്ഷമിക്കുവാനുള്ള സ്വഭാവത്തെ, ദീർഘക്ഷമയുള്ള സ്വഭാവത്തെ, കരുണയുടെ സ്വഭാവത്തെ, ആ സവിശേഷതയെ ദാവീദ് ഉണർത്തിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ദൈവത്തോട് പറയുന്നത്, ആ പ്രവൃത്തിക്കൊത്തവണ്ണം, ആ സ്വഭാവത്തിനൊത്തവണ്ണം, അങ്ങയുടെ വലിയ സ്വഭാവത്തിനൊത്തവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ എന്നാണ് ദാവീദ് ആവശ്യപ്പെടുന്നത്. വലിയ പാപം ചെയ്തിട്ട് ദാവീദ് ദൈവത്തോട് പാപക്ഷമയ്ക്കു വേണ്ടി യാചിക്കുകയാണ്. അങ്ങനെ ദൈവം പാപം ക്ഷമിക്കുന്നുവെങ്കിൽ
അവൻ്റെ മനസ്സിലൊരു മാറ്റമുണ്ടാകണം. ആ മനസ്സിലൊരു മാറ്റമുണ്ടാകുമ്പോൾ അവൻ പുതിയ ഒരു വ്യക്തിയായി രൂപാന്തരപ്പെടുന്നു, ഒരു പുതിയ സൃഷ്ടിയായി ഇവിടെ ഉണ്ടാകുന്നു. അത് നടത്തുവാൻ, നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ, നമ്മെ ഒരു പുതിയ സൃഷ്ടിയാക്കുവാൻ ഈ ലോകത്ത് ഒരാൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ദാവീദ് മനസ്സിലാകുന്നു. അത് ദൈവത്തിന് മാത്രമാണ് എന്ന് ദാവീദ് തിരിച്ചറിയുന്നു. കാരണം ദാവീദ് ചെയ്ത പാപത്തെ തൻ്റെ മനസ്സ് കണ്ട് ആ മനസ്സിൽ ജ്ഞാനമുണ്ടാക്കി അല്ലെങ്കിൽ മാനസാന്തരം ഉണ്ടാക്കി തന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ എന്ന് മനസ്സിലാക്കിയ ദാവീദ് ദൈവത്തോട് നിലവിളിക്കുകയാണ് ചെയ്യുന്നത്, ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ഒരു യാഗത്തിനും എൻ്റേതായ ഈ പാപത്തെ ക്ഷമിക്കാൻ കഴിയുകയില്ല എന്ന് തൻ്റെ ദാവീദിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് ദാവീദ് ദൈവത്തോട് കരഞ്ഞ് വിലപിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ദാവീദോട് ആവശ്യപ്പെടുന്നത്, എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കണം, ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ എന്നാണ്. ഒരു പുതിയ സൃഷ്ടി എന്നെ ആക്കണം. ഞാൻ പഴയ സൃഷ്ടിയാണ് എങ്കിൽ നിലനിൽക്കാൻ എനിക്ക് കഴിയുകയില്ല. എന്നെ നീ എന്ത് ചെയ്യണം? ഒരു പുതിയ സൃഷ്ടി ആക്കണം. ദാവീദിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു ഭയമാണ്. അക്കാലത്ത് കുഷ്ഠരോഗികളെ സമൂഹത്തിൽ നിന്നും മാറ്റിപ്പാർപ്പിക്കുന്നത് പോലെ, അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് ഭ്രഷ്ട് കൽപ്പിക്കുന്നത് പോലെ ദാവീദ് പേടിക്കുന്നത്, ഭയക്കുന്നത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും ദാവീദിനെ ഭ്രഷ്ട് കൽപ്പിക്കുമോ അല്ലെങ്കിൽ ദാവീദിനെ മാറ്റിക്കളയുമോ എന്നൊരു ഭയം ദാവീദിനുണ്ട്. അതുകൊണ്ട് ദാവീദ് പറഞ്ഞത്, നിൻ്റെ ആത്മാവിനെ എന്നിൽ നിന്നും എടുത്തു കളയരുതേ, എന്നെ തള്ളിക്കളയരുതേ എന്നൊരു വിലാപമാണ് അവിടെ നാം കാണുന്നത്. എത്രമാത്രം ദാവീദിൻ്റെ പാപത്തിൻ്റെ ആ തീവ്രതയെക്കുറിച്ച് ദാവീദിന് വല്ലാത്ത ബോധ്യമുണ്ടായി. ആ തീവ്രത എത്രമാത്രമാണ് എന്ന് ദാവീദ് തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ ദാവീദിൻ്റെ വിലാപവും ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്നുകൊണ്ടുള്ള മാനസാന്തരത്തിൻ്റെ ഒരു വിലാപം തന്നെയായിരുന്നു. കാരണം പ്രവാചകൻ ആ പാപത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അതിൻ്റെ തീവ്രത എത്രമാത്രമാണ് എന്ന് ദാവീദിന് മനസ്സിലായി. അതുകൊണ്ട് ദാവീദ് ഭയന്നു, ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നും അകറ്റപ്പെടും, ഞാൻ ഒറ്റപ്പെട്ടു പോകും എന്നൊരു ഭയം ദാവീദിനുണ്ടായി. യാഗങ്ങൾ ചെയ്യുന്നതിനേക്കാളും യാഗങ്ങൾ കൊണ്ട് നേടാവുന്നതിനേക്കാൾ അധികമായ വലിയ പാപമാണ് താൻ ചെയ്തത് എന്ന് ദാവീദ് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ദാവീദ് പറഞ്ഞത്, എൻ്റെ യാഗങ്ങളോ എൻ്റെ പ്രവൃത്തിയോ കൊണ്ടൊന്നുമല്ല, ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതയായ കൃപയും കരുണയും ദീർഘക്ഷമയും കൊണ്ട് എന്നോട് ക്ഷമിക്കണമേ എന്നാണ് ദാവീദ് ആവശ്യപ്പെട്ടത്. അവിടെ പറയുന്നത്, ദാവീദിൻ്റെ തകർന്നും നുറുങ്ങിയുമുള്ള ഹൃദയത്തെ ദൈവം ഒരു യാഗമായി സ്വീകരിച്ചു. ദാവീദ് ആവശ്യപ്പെട്ടതുപോലെ അന്തരംഗങ്ങളിൽ ജ്ഞാനമാണ് നീ ഇച്ഛിക്കുന്നത്, ഈ സോപ്പ് കൊണ്ട് എന്നെ കഴുകണമേ എന്ന ആ യാചന, തകർന്ന ഹൃദയത്തിൻ്റെ ഉടമയായ ദാവീദിൻ്റെ ആ യാചന ദൈവം സ്വീകരിക്കുന്നു എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. എത്രമാത്രം ദൈവത്തിങ്കിലേക്ക് മടങ്ങിച്ചെല്ലുവാൻ ദാവീദ് വല്ലാതെ ആഗ്രഹിച്ചു. ദൈവത്തിൽ നിന്നും അകറ്റപ്പെട്ടു എന്ന് ദാവീദിന് ബോധ്യമായി. ഇനി എനിക്ക് തിരികെ വരണം. പക്ഷെ തിരികെ വരണമെങ്കിൽ ഞാൻ പഴയ ആളായി എനിക്ക് തിരികെ വരാൻ കഴിയുകയില്ല, പുതിയ ആളായി എനിക്ക് വരണം. അത് എന്നെ പുതിയ ആളാക്കി മാറ്റുവാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയൂ എന്ന് ഹൃദയം നുറുങ്ങിയുള്ള ഒരു വിലാപമാണ് നാം ഈ സങ്കീർത്തനം 51 കാണുന്നത്. ഇന്ന് ജീവിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും വലിയൊരു പ്രത്യാശയാണ് ദൈവം നൽകുന്നത്. നാം പാപികളാണ് എങ്കിലും ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലുവാൻ ആത്മാർത്ഥമായി നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മുടെ മനസ്സുകളിൽ മാറ്റമുണ്ടാക്കും, നമ്മുടെ മനസ്സിൽ രൂപാന്തരമുണ്ടാക്കും, മാനസാന്തരമുണ്ടാക്കും. ആ മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലൂടെ നമുക്ക് ദൈവത്തെങ്കിലേക്ക് കടന്നു ചെല്ലാൻ കഴിയും. ദാവീദിനോട് ദൈവം ക്ഷമിച്ചതുപോലെ നമ്മുടെ പാവങ്ങളെയും ക്ഷമിക്കുവാൻ വേണ്ടി ദൈവത്തോട് ആത്മാർത്ഥമായിട്ട് മനസ്സുരുകി നാം അപേക്ഷിക്കുന്നുവെങ്കിൽ ദാവീദ് പറഞ്ഞതുപോലെ, അങ്ങ് ദീർഘക്ഷമയുള്ള ദൈവമാണ്, അങ്ങ് കരുണയുള്ള ദൈവമാണ്, അങ്ങ് അനുകമ്പയുള്ള ദൈവമാണ്. ആ സ്വഭാവ സവിശേഷതയ്ക്ക് ഒത്തവണ്ണം എന്നോട് കൃപയുണ്ടാകണമെന്ന പ്രാർത്ഥന നമുക്ക് ഓരോരുത്തർക്കും കഴിക്കണം. അങ്ങനെയാണ് എങ്കിൽ നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ച് ദൈവം നമ്മെ വഴി നടത്തും. നമ്മുടെ ഓരോ പാതകളിലും നാം ഓരോ ചുവട് വെക്കുമ്പോഴും ദൈവത്തിൻ്റെ കൃപയായിരിക്കും നമുക്ക് മാർഗദീപമായി മുന്നിൽ നിന്ന് നമ്മെ നയിക്കുന്നത്. ആ ദൈവത്തിൻ്റെ വചനം നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയാൽ ചുറ്റപ്പെട്ട് ദൈവത്തിൻ്റെ ദീർഘക്ഷമയാൽ അനുഗ്രഹിക്കപ്പെട്ട് എപ്പോഴും ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. ഈ കാലത്ത് ദൈവത്തിൻ്റെ കൃപ നമുക്ക് അത്യന്താപേക്ഷിതമാണ്. ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഈ തിങ്കളാഴ്ച പാഠം നമ്മെ പഠിപ്പിക്കുന്നത്.
ചൊവ്വാഴ്ച ഭാഗം പറയുന്നത്, യഹോവേ അങ്ങ് അകത്യങ്ങളെ കണക്കിട്ടാൽ. അതൊരു ഭാഗികമായൊരു വാക്യമാണ്. അങ്ങ് അകത്യങ്ങളെ കണക്കിട്ടാൽ ആർ അങ്ങയുടെ മുൻപിൽ നിൽക്കും. 130 സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനത്തിൽ ദാവീദ് ചോദിക്കുന്നത്, സങ്കീർത്തനക്കാരൻ ചോദിക്കുന്നത്, യഹോവേ ആഴത്തിൽ നിന്ന് ഞാൻ നിന്നോട് നിലവിളിക്കുന്നു. കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, നിൻ്റെ ചെവി എൻ്റെ യാചനകൾക്ക് ശ്രദ്ധിച്ചിരിക്കണമേ. ആ ഭാഗം പറയുന്നത്, നീ അകത്യങ്ങളെ ഓർമ്മ വച്ചാൽ കർത്താവെ ആർ നിലനിൽക്കും എന്നാണ്. അകത്യങ്ങളെ, നമ്മുടെ അകത്യങ്ങളെ, നമ്മുടെ പാപങ്ങളെ ദൈവം ഓർക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുവാൻ നാം യോഗ്യരാണോ? ഇവിടെ ജീവപുസ്തകത്തിൽ നിന്ന് പാപികളുടെ പേരിൽ നീക്കം ചെയ്യപ്പെടുന്ന കാര്യങ്ങളൊക്കെ ദാവീദ് അറിയാം. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ദാവീദ് പറയുന്നത് എന്താണ്? ദൈവം കോപിഷ്ഠനല്ല. നമ്മുടെ പാപങ്ങളെ ദൈവം ഓർത്താൽ നാം ദൈവത്തിൻ്റെ മുൻപിൽ നിൽക്കുവാൻ യോഗ്യതയുള്ളവരല്ല. എന്നാൽ പലപ്പോഴും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെ, ദൈവത്തിൻ്റെ കൃപയെ വാഴ്ത്തുവാൻ, ഓർമ്മിക്കുവാൻ, സ്തുതിക്കുവാൻ നമ്മൾ പരാജയപ്പെട്ടു വന്ന് മറന്നു പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ ദൈവം എത്രയോ നല്ല അനുഭവങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്, എത്രയോ നന്മകൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം നടത്തിയിട്ടുണ്ട്. അത്ഭുതകരമായ രീതിയിൽ ദൈവം എത്രയോ തവണകൾ നമ്മെ വഴി നടത്തിയിട്ടുണ്ട്. പക്ഷേ എത്ര തവണയാണ് ആ അത്ഭുതകരമായ വഴി നടത്തലും ആ അത്ഭുതകരമായ ദൈവത്തിൻ്റെ ഇടപെടലിനെ കുറിച്ചൊക്കെ നാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നത് എത്ര തവണ നമ്മൾ ചെയ്തിട്ടുണ്ട്? ദൈവത്തെ ദുഃഖിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ദൈവം എൻ്റെ ജീവിതത്തിൽ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെയ്ത നന്മകളെ നാം ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. അസാധ്യമാണ് എന്ന് ചിന്തിച്ചിരുന്ന എത്രയോ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ദൈവം സാധ്യമാക്കി തന്നു. മറന്നു പോകരുത് എന്നാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളിൽ പറയുന്നത്, ദൈവത്തിൻ്റെ സ്നേഹത്തെ അഭിനന്ദിക്കുവാൻ മനുഷ്യൻ പരാജയപ്പെടുമ്പോൾ മാത്രമാണ് ദൈവത്തിൻ്റെ കോപമുണ്ടാകുന്നത്. ദൈവത്തിൻ്റെ കൃപയെ നാം മറന്നു പോകുമ്പോൾ, ദൈവം ചെയ്ത നന്മകളെ നാം മറന്നു പോകുമ്പോൾ ദൈവത്തിന് കോപമുണ്ടാകുന്നു. പക്ഷേ ആ കോപവും നമ്മെ വ്രണപ്പെടുത്തുവാനല്ല. ദൈവത്തിൻ്റെ കോപം നമ്മളുടെ മേൽ വരുന്നത് നമ്മെ വ്രണപ്പെടുത്തുവാനല്ല, മുറിവേൽപ്പിക്കല്ല, മറിച്ച് നമുക്ക് സുഖം നൽകുവാൻ വേണ്ടിയാണ്, നമ്മെ സുഖപ്പെടുത്തുവാൻ വേണ്ടിയാണ്, നമ്മെ നശിപ്പിക്കുവാനല്ല, മറിച്ച് നമ്മോടുള്ള ഉടമ്പടി പ്രകാരം നമ്മെ രക്ഷിക്കുവാനാണ്. ആ കോപമുണ്ടാകുന്നത് നമ്മെ ശിക്ഷിക്കുവാനല്ല, മറിച്ച് നമ്മുടെ പാപത്തെ ക്ഷമിക്കുവാനാണ് ദൈവത്തിന് കോപമുണ്ടാകുന്നത്. അതുകൊണ്ടാണ് പറയുന്നത്, ശിക്ഷ എന്നുള്ള ഭയത്താലല്ല നാം ദൈവത്തെ സ്നേഹിക്കേണ്ടത്, മറിച്ച് എൻ്റെ ദൈവം എനിക്ക് കൃപയും കരുണയും ദീർഘക്ഷമയും തന്നതുകൊണ്ട് ഞാൻ പുതിയൊരു സൃഷ്ടിയായി ഈ ഭൂമുഖത്ത് ജീവിക്കുന്നു, അനുഗ്രഹിക്കപ്പെട്ടവനായി ഭൂമുഖത്ത് ജീവിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ആരാധനയും എൻ്റെ സ്തുതിയും എൻ്റെ സ്തോത്രവുമൊക്കെയും ജീവനുള്ള ദൈവത്തിനു മാത്രമായി പരിമിതപ്പെടുത്തിയാൽ, നാം ദൈവത്തെ ആരാധിക്കുന്ന മക്കളായി നിലനിന്നാൽ തീർച്ചയായിട്ടും ദൈവം നമ്മെ സ്വീകരിക്കും, ദൈവം നമ്മെ അനുഗ്രഹിക്കും. അതാണ് ദാവീദ് ആവശ്യപ്പെടുന്നത്. ദാവീദ് ആവശ്യപ്പെടുന്നു അങ്ങനെ തന്നെയാണ്. സങ്കീർത്തനങ്ങൾ ആവശ്യപ്പെടുന്നു അങ്ങനെ തന്നെയാണ്. ഈ 130 സങ്കീർത്തനങ്ങൾ പറഞ്ഞ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ അകത്യങ്ങളെ കണക്കിട്ടാൽ ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ നിൽക്കുവാൻ യോഗ്യരല്ല. പക്ഷേ അങ്ങ് ഞങ്ങൾ എന്ത് ചെയ്യുന്നു? രക്ഷിക്കുന്നു. അങ്ങ് ഞങ്ങളെ കരുണയോടെ കാവൽ ചെയ്യുന്നു. അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നു. എങ്കിലും ചിലപ്പോഴെങ്കിലും ആ കരുണയെയും ആ സ്നേഹത്തെയും ആ അനുഗ്രഹത്തെയും കാണുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. ഞങ്ങളതിനെ വിസ്മരിക്കുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? അങ്ങ് ഞങ്ങളെ ശിക്ഷിക്കുവാനല്ല, രക്ഷിക്കുവാൻ വേണ്ടി അങ്ങ് ഞങ്ങളെ കോപിക്കുന്നു, ഞങ്ങളോട് കോപിക്കുന്നു. അങ്ങ് ഞങ്ങളെ കൊല്ലുവാനല്ല, ജീവിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങളോട് കോപിക്കുന്നു. അങ്ങനെയുള്ള സ്നേഹത്താലാണ് അങ്ങേ ആരാധിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കണം ദൈവത്തെ. അതുമാത്രവുമല്ല, ഈ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറയുന്നു. നാം ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക, ദൈവത്തിൻ്റെ ഇടപെടലിനായി പ്രത്യാശയോടെ കാത്തിരിക്കുക എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ കൈ നീട്ടുക എന്ന് പറയുന്ന അർത്ഥം എന്താണ്? ആകാംക്ഷയോടെ ആയിരിക്കുക എന്നതാണ്. ദൈവത്തിനായി വിശ്വസ്തയോടെ കാത്തിരിക്കുന്നത് വ്യർത്ഥമല്ല. കാരണം ഒരു രാത്രിക്ക് ശേഷം, 2 രാത്രിക്ക് ശേഷം ദൈവത്തിൻ്റെ വിടുതലിൻ്റെ ഒരു പ്രഭാതം നമുക്കായി വരുന്നുണ്ട്. നാം ദൈവത്തിനായി കാത്തിരിക്കുമ്പോൾ, ദൈവത്തിൻ്റെ ഇടപെടലിനായി നാം കാത്തിരിക്കണം. നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് കാത്തിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിലുള്ള ഒരു 2 രാത്രിക്ക് ശേഷം ഒരു അനുഗ്രഹത്തിൻ്റെ പ്രഭാതം ദൈവം നമുക്കായി തുറക്കും എന്നുള്ളതാണ് ഈ സങ്കീർത്തനങ്ങളിൽ പറയുന്നത്. നമ്മുടെ ഓരോരുത്തരും ജീവിതത്തിലും അനുഭവം അങ്ങനെ തന്നെയാണ്.
ചില ഇരുണ്ട രാത്രികൾക്ക് ശേഷം അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതം ഉണ്ടാകുവാൻ ദൈവത്തിൻ്റെ കരങ്ങൾ ഇടപെടുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ആ അനുഭവങ്ങളെ മറന്നു പോകരുത് എന്നാണ് സങ്കീർത്തനങ്ങൾ ആവശ്യപ്പെടുന്നത്. അത് എനിക്ക് മാത്രമല്ല, നമുക്ക് മാത്രമല്ല, നമ്മുടെ മുഴുവൻ ആൾക്കാർക്കും ആ ഒരു അനുഗ്രഹം ആവശ്യമാണ്. നമ്മെ സ്നേഹിക്കുന്നവർക്ക്, നമ്മുടെ സഭയിലുള്ളവർക്ക്, നമ്മുടെ സഹവിശ്വാസികൾക്ക് നാം പ്രാർത്ഥിക്കണം. അവർക്കും ഈ അനുഗ്രഹം ലഭിക്കണം. അവരുടെ അകൃത്യങ്ങളെ മോചിക്കുവാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. അങ്ങനെ കൂട്ടമായി നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ദൈവം കേൾക്കുകയും ദൈവത്തിൻ്റെ കൃപ ധാരാളമായി നമുക്ക് ലഭിക്കുകയും ചെയ്യും. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നാം പ്രാർത്ഥനയിൽ ബന്ധപ്പെടണം. നാം അവർക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. ഇവിടെ സങ്കീർത്തനക്കാരൻ പ്രാർത്ഥിക്കുന്നത് തനിക്ക് വേണ്ടി മാത്രമല്ല, മറിച്ച് എല്ലാവർക്കും വേണ്ടി അവിടെ പ്രാർത്ഥിച്ചു. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, അങ്ങ് അകത്യം കണക്കിട്ടാൽ ആരങ്ങയുടെ മുൻപിൽ നിൽക്കും? ഒരാൾ നിൽക്കില്ല. ദൈവം നമ്മുടെ അകത്യം കണക്കിടാതെയാണ് നമ്മെ നടത്തുന്നത് എന്ന ഒരു ചിന്ത, ഒരു ഓർമ്മ നമ്മുടെ മുൻപിലൂടെ നമ്മുടെ മനസ്സിലെപ്പോഴും വേണം. എൻ്റെ അകത്യം കണക്കിടാതെയാണ് എൻ്റെ ദൈവം എന്നെ നടത്തുന്നത് എന്ന ഒരു ഓർമ്മ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നാം ദൈവത്തെ സ്തുതിക്കാൻ ഒരിക്കലും മറന്നു പോകുകയില്ല. ഞാൻ കുറവുള്ളവനാണ്, എൻ്റെ ശേഷിയായി എൻ്റെ കഴിവായി എടുത്തു പറയുവാൻ എടുത്തു കാണിക്കാൻ ഒന്നുമില്ല എന്ന ഒരു ഓർമ്മയും ഒരു ബോധവും നമുക്കുണ്ട് എങ്കിൽ നാം നമ്മെ വഴി നടത്തുന്ന, നമ്മെ അനുഗ്രഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന, നമുക്ക് വേണ്ടി ഇത്രമാത്രം താഴ്ന്നിറങ്ങി വന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മെ വിടുവിക്കുകയും ചെയ്യുന്നതായ, വഴി നടത്തുകയും ചെയ്യുന്നതായ ദൈവത്തെ ഒരിക്കലും നാം മറന്നു പോകുകയില്ല. അങ്ങനെ മറക്കാതിരിക്കണം എന്നാണ് ഈ പാഠഭാഗം നമ്മോട് ആവശ്യപ്പെടുന്നത്. ദൈവത്തെ, ദൈവം ചെയ്ത അത്ഭുതങ്ങളെ, ദൈവം ചെയ്ത നന്മകളെ സ്തുതിക്കുവാൻ നാം ഓരോരുത്തരും മറക്കാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഈ ഭാഗവും കൂടെ അവസാനിക്കുന്നു. ഉന്നത പ്രതാപനും കരുണയുള്ളവനുമായ ദൈവത്തിന് സ്തുതി. രണ്ട് വാക്കുകളാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഉന്നത പ്രതാപൻ, പക്ഷേ കരുണയുള്ളവനാണ്. ദൈവം ഉന്നത പ്രതാപനാണ്. ദൈവത്തിൻ്റെ ഔന്നത്യം വളരെ വലുതാണ്. ഒരു മനുഷ്യനും അത് ഗ്രഹിക്കാൻ കഴിയില്ല. നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ടോ നമുക്ക് നൽകിയിരിക്കുന്ന പരിമിതമായ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ നമുക്കതിനെ അളക്കുവാൻ കഴിയില്ല. പക്ഷേ അതിൽ നിന്നും എത്രയോ ഉന്നതനാണ് നമ്മുടെ ദൈവം. എങ്കിലും ദൈവം കരുണയുള്ളവനാണ്. അതാണ് സങ്കീർത്തനങ്ങൾ പറയുന്നത്. ദൈവം വളരെ ഉന്നതവനാണ്, എന്നാൽ ദൈവം കരുണയുള്ളവനാണ് എന്ന് പറയുന്നത്. നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശൻ ആരുള്ളൂ? ചോദ്യം അതാണ്. സങ്കീർത്തനങ്ങളിൽ 113:5 പറയുന്നത്, നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശൻ ആരുള്ളൂ? ഈ ലോകത്ത്, ഈ പ്രപഞ്ചത്തിൽ അതിന് പകരം വെക്കുവാൻ ഒരാളില്ല എന്നാണ് സങ്കീർത്തനങ്ങളിൽ പറയുന്നത്. അപ്പം അത്രമാത്രം ദൈവം ഉന്നതനാണ്. പക്ഷേ എങ്കിലും പറയുന്നത് അവൻ കുനിഞ്ഞു നോക്കുന്നു എന്ന് പറയുന്നു. അവൻ ആകാശങ്ങളിൽ നിന്ന്, സ്വർഗത്തിൽ നിന്ന് താഴേക്ക് നോക്കുന്നു. ആ താഴേക്ക് നോക്കുമ്പോൾ ദൈവം നമ്മയൊക്കെ കാണുന്നു. ഉന്നതങ്ങളിലായിരിക്കുന്ന ദൈവം ഏറ്റവും കരുണയോടുകൂടി തൻ്റെ മക്കളെ നോക്കുകയും അവർക്ക് വേണ്ടിയുള്ള നന്മകൾ പ്രദാനം ചെയ്യുന്ന ഒരു ദൈവത്തെയാണ് ഇവിടെ ചിത്രീകരിക്കുന്നത്. ദൈവം ഉന്നതനാണ്, എങ്കിലും ഏറ്റവും താഴെയുള്ള ഈ ഭൂമിയിലുള്ള നമ്മെ ഓരോരുത്തരെയും ദൈവം നോക്കുന്നു, ദൈവം കരുതുന്നു എന്നുള്ളതാണ്. നമുക്കത് ദൈവത്തിൻ്റെ ഔന്നത്യം എത്രയാണ് എന്ന് മാനുഷിക ഇന്ദ്രിയങ്ങൾക്ക് കഴിയുന്നതല്ല, ഗ്രഹിക്കാൻ കഴിയില്ല. പക്ഷേ നമ്മുടെയൊക്കെ ജീവിത അനുഭവത്തിൽ ദൈവത്തിൻ്റെ കരുണ എത്രയുണ്ട് എന്ന് നമ്മൾ അനുഭവിച്ചിട്ടുള്ളവരാണ്. ദൈവത്തിൻ്റെ ഔന്നത്യം ഒരു പക്ഷേ നമുക്ക് അളക്കാൻ കഴിയുന്നതല്ല. പക്ഷേ ദൈവത്തിൻ്റെ കരുണ ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും, ഓരോ മനുഷ്യൻ്റെ ജീവിതത്തിലും ദൈവത്തിൻ്റെ കരുണ എത്രമാത്രം വലുതായിരുന്നു എന്ന് നമുക്ക് അനുഭവത്തിലൂടെ തിരിച്ചറിയാൻ കഴിയും. കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞതുപോലെ, ദൈവമേ അങ്ങ് അകത്യങ്ങളെ കണക്കിട്ടാൽ, നാം നമ്മെ തന്നെ ശോധന ചെയ്യുമ്പോൾ എൻ്റെ അകത്യത്തെ ദൈവം കണക്കിട്ടിരുന്നു എങ്കിൽ ഞാൻ ഇന്ന് എന്താക്കുമായിരുന്നു എൻ്റെ അവസ്ഥ എന്ന് ഒരു സ്വയം അവലോകനം നമ്മൾ നടത്തിയാൽ മാത്രം മതി ദൈവത്തിൻ്റെ കരുണ എത്രമാത്രം വലിയതായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉന്നതനായൊരു ദൈവം, പക്ഷേ ഏറ്റവും താഴെയുള്ള
എന്നെയും നിങ്ങളെയും നമ്മെ ഓരോരുത്തരെയും കരുണയോടുകൂടി നമ്മെ നോക്കുന്നു, കരുണയോടുകൂടി നമ്മെ പരിഗണിക്കുന്നു എന്ന് നാം മനസ്സിലാക്കണം. ദൈവത്തിൻ്റെ മഹിമയും ദൈവത്തിൻ്റെ നന്മയും എത്രമാത്രമായിരുന്നു എന്ന് കർത്താവായ യേശുക്രിസ്തുവിലൂടെ നാം കണ്ടതാണ്. സ്വർഗത്തിൽ തൻ്റെ വലിയ സ്ഥാനം മുറുകെ പിടിക്കാതെ ഈ ഭൂമിയിൽ ഏറ്റവും താഴ്മയുടെ അവസ്ഥയിലേക്ക് കർത്താവായ യേശുക്രിസ്തു ഇറങ്ങി വന്ന ഒരു വലിയ ചരിത്രം നമ്മുടെ മുൻപിലുണ്ട്. ഉന്നതമായ സ്ഥാനം അവിടെ പിടിച്ചിരിക്കാതെ ആ സ്ഥാനമൊക്കെയും വെടിഞ്ഞുകൊണ്ട് ഈ ക്രൂശിലെ മരണത്തോളം കർത്താവായ യേശുക്രിസ്തു, ദൈവമായ യേശുക്രിസ്തു തന്നെത്താൻ താഴ്ത്തി നമുക്ക് വേണ്ടി ഇറങ്ങി വന്നു. അതിലപ്പുറം ഒരു ഉദാഹരണമെന്നും ഒരു ചരിത്രമൊന്നും ഒരു സംഭവമൊന്നും ആർക്കും ചൂണ്ടിക്കാണിക്കാൻ കഴിയുകയില്ല. നമ്മെ അത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട്, ഈ ലോകത്തെ എത്രമാത്രം സ്നേഹിച്ചതുകൊണ്ട് ദൈവം തൻ്റെ ഉന്നതമായ സ്ഥാനം വെടിഞ്ഞുകൊണ്ട് ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു എന്നുള്ളതാണ്. കരുണയുടെ, ദയയുടെ, സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആ ക്രൂശിലെ മഹായാഗം എന്ന് നാം മനസ്സിലാക്കണം. ആ മഹായാഗം നമുക്ക് വേണ്ടിയാണ് കർത്താവായ ദൈവം ചെയ്തത്. ഉന്നതമായ സ്ഥാനം മുറുകെ പിടിക്കാതെ അതിനെയൊക്കെ ത്യജിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മക്കൾക്ക് വേണ്ടി, പാപികളായ നമുക്ക് വേണ്ടി ഒരു വലിയ യാഗമായി തീർന്ന ആ ചരിത്രമാണ് ഏറ്റവും മഹത്തരമായ ഒരു ഒരു ഉദാഹരണമായി നമുക്ക് പറയുവാൻ കഴിയുന്നത്. അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത്, ദൈവം ഉന്നത പ്രതാപനെങ്കിലും ദൈവം കരുണയുള്ള ദൈവമാണ്. ആ ദൈവത്തെയാണ് നാം സ്തുതിക്കേണ്ടത്, ആ ദൈവത്തെയാണ് നാം ആരാധിക്കേണ്ടത്. വീണുപോയ മനുഷ്യവർഗത്തെ ഉന്നതങ്ങളിലേക്ക് ഉയർത്തുവാൻ വേണ്ടിയാണ് കർത്താവ് യേശുക്രിസ്തു വന്നത്. ദൈവം ഉന്നതനാണ്. ആ സ്ഥാനത്തേക്ക് നമ്മളെയും ഉയർത്തുവാൻ വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. അതാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിനോ ഞാൻ നിങ്ങളെ വന്ന് ചേർത്തുകൊള്ളും എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ദൈവമായിരിക്കുന്ന സ്ഥലത്ത് നാമും ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. നാം അതിന് തയ്യാറാകുന്നോ, ഒരുക്കമുള്ളവരാണോ? ദൈവം ഇരിക്കുന്നിടത്ത് നമുക്കും ഇരിക്കുവാൻ വേണ്ടി നാം ഒരുക്കമുള്ളവരാണോ എന്നാണ് നാം ചിന്തിക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ, ഒരു നിമിഷം കടന്നു പോകുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, കരുണയുള്ള ദൈവം എന്നോടൊപ്പം ഉള്ളതുകൊണ്ട് ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ എന്ത് ചെയ്യുന്നു? തള്ളി നീക്കുന്നു. ഓരോ ദിവസവും കഴിയുന്നു പോകുന്നു. ആ കരുണയുള്ള ദൈവം എനിക്ക് വേണ്ടിയാണ് ക്രൂശിൽ മഹായാഗമായി തീർന്നത്. എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ, ആ ദൈവം ഇരിക്കുന്നിടത്ത് നാമും ഇരിക്കുവാൻ തക്കവണ്ണം. ഈ അന്ത്യകാലത്ത് നമ്മുടെ ലക്ഷ്യവും അതുതന്നെയാണ്. ദൈവം ഇരിക്കുന്നിടത്ത്, ആ ഉന്നതമായ സ്ഥാനത്ത് നാമും എത്തിച്ചേരണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ആ ദൈവത്തിൻ്റെ ആഗ്രഹപ്രകാരം ജീവിക്കുവാൻ, ആ വലിയ സ്ഥാനത്തിന് അർഹരായ രീതിയിൽ ജീവിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം. അതിനുവേണ്ടി ആ ക്രൂശിനെ മനസ്സിൽ അതിപ്രധാനമായ സ്ഥാനത്ത് തന്നെ സൂക്ഷിക്കണം. ദൈവത്തിൻ്റെ കരുണ എത്രമാത്രം വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ആ മഹായാഗത്തെ, ആ ക്രൂശിലെ മഹായാഗത്തെ, അത് എനിക്ക് വേണ്ടി, നമുക്ക് ഓരോരുത്തർക്ക് വേണ്ടിയുള്ളതാണ് എന്ന് നാം മനസ്സിലാക്കണം. എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ മക്കളായി ആ ദൈവം ഇരിക്കുന്നതായ ഔന്നത്യത്തിലേക്ക് നമുക്കും പ്രവേശിക്കുവാൻ കഴിയുകയുള്ളൂ എന്നാണ് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ഇത് ദാവീദിൻ്റെ സങ്കീർത്തനമാണ്, 103-ാം സങ്കീർത്തനം. ഇവിടെ പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗവുമായി അവൻ്റെ വിശുദ്ധനാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ആ സങ്കീർത്തനം ഇവിടെ പറയുന്നത്, ദൈവം നൽകിയതായ അനുഗ്രഹങ്ങളെ എണ്ണി ഈ 103-ാം സങ്കീർത്തനത്തിൽ പറയുകയാണ്. എന്നിട്ട് ദാവീദ് ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നത്, ഇതൊന്നും മറക്കരുത്. നമ്മൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്തതായ സമൃദ്ധമായ ജീവിതത്തിന് എല്ലാ സാഹചര്യങ്ങളും ദൈവം ഒരുക്കി നമ്മെ സമൃദ്ധമായി നടത്തുമ്പോൾ അതൊന്നും മറന്നു പോകരുത്. ദാവീദിൻ്റെ മനസ്സിൽ ഒരു പക്ഷേ തൻ്റെ പൂർവികന്മാരോട് ദൈവം ചെയ്ത ഉടമ്പടികൾ ഉണ്ടായിരിക്കാം. ആ ഉടമ്പടികളുടെ പൂർത്തീകരണം ഉണ്ടായിരിക്കാം. ആ ഉടമ്പടികൾ പ്രകാരം ഇസ്രായേൽ ജനം അനുഗ്രഹിക്കപ്പെടുകയും അവർ ദേശത്തിൻ്റെ അധിപന്മാരായി തീരുകയും ചെയ്തതായ ആ ചരിത്രം ദാവീദിന് മുന്നിലുണ്ട്.
അതൊക്കെ എണ്ണി എണ്ണി ദാവീദ് പറയുകയാണ്, ദൈവത്തിൻ്റെ നിങ്ങളൊന്നും മറന്നു പോകരുത്, ദൈവം ചെയ്ത ഉപകാരങ്ങളൊന്നും മറക്കരുത് എന്നാണ് പറയുന്നത്. അപ്പം എൻ മനമേ യഹോവ, എൻ്റെ മനസ്സ് അല്ല, നമ്മൾ ഓരോരുത്തരും പറയണം, നാം എന്ത് ചെയ്യണം? ദൈവത്തെ എന്ത് ചെയ്യണം? അനുസരിക്കണം, ദൈവം ചെയ്ത നന്മകൾ ഓർക്കണം. ഇവിടെ പറയുന്നത്, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുക്കി വരത്തക്കവണ്ണം അവൻ നിന്റെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി. അപ്പോൾ എല്ലാ കാര്യത്തിലും ദൈവം നമുക്ക് എന്ത് ചെയ്യുന്നു? അനുഗ്രഹങ്ങൾ നൽകുന്നു. ആ അനുഗ്രഹങ്ങൾ നൽകുന്നതായ സമൃദ്ധമായ ജീവിതത്തിന് വേണ്ടി അനുഗ്രഹങ്ങൾ നൽകുന്നതായ ദൈവത്തെ നാം എന്ത് ചെയ്യണം? മറക്കാതിരിക്കണം, നാം ആരാധിക്കണം, സ്തുതിക്കണം എന്ന് പറയുന്നു. അതാദ്യം പറയുന്നത് നീ ഓർക്കുക എന്നുള്ളതാണ്. അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുതെന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഓർക്കുക എന്ന് പറയുന്നത്? നാം നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ ഓർക്കേണ്ടത്. ദൈവം തൻ്റെ ജനത്തെ വിടുവിക്കുകയും നിലനിർത്തുകയും ചെയ്യുന്നതായ ശക്തമായ ഭാഗങ്ങളോട് പറയുന്നത്. അപ്പം നാം ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ ഓർക്കുക എന്ന് പറയുന്നത് നമ്മുടെ സമർപ്പണമാണ് ഉൾപ്പെട്ടത്. നാം ദൈവത്തെ ഓർക്കുക എന്ന് പറയുന്നത് നാം ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ദൈവം പറയുന്ന വഴിയിലൂടെ ജീവിക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ഓർക്കുക എന്നുള്ള ഉദ്ദേശിക്കുന്നത്, അർത്ഥമാക്കുന്നത്. ദൈവം ചെയ്ത് എനിക്ക് അനുഗ്രഹം ചെയ്തു എന്നത് മാത്രമല്ല, മറിച്ച് ദൈവം എനിക്ക് ഇന്ന അനുഗ്രഹം ചെയ്തതുകൊണ്ട് ഞാൻ ദൈവത്തെ അനുസരിക്കും, ദൈവത്തിന് എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്നതാണ് ഒന്നാമത്തെ ഭാഗം. അപ്പോൾ നാം ദൈവത്തെ ഓർക്കണം. നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരിയുന്നതായ, നമ്മെ വഴി നടത്തുന്നതായ, സമൃദ്ധമായി നമ്മെ നടത്തുന്നതായ ദൈവത്തെ നാം എന്ത് ചെയ്യണം? മറന്നു കളയരുത്, ഓർക്കണം. അതിൻ്റെ അർത്ഥം നാം നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവത്തിൻ്റെ വഴിയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഭാഗത്ത് പറയുന്നത് മറ്റൊന്ന് പറയുന്നത് ദൈവത്തെ വാഴ്ത്തുക. ദൈവത്തെ വാഴ്ത്തുക. നമുക്കറിയാം, ഒരു സഹായം ഒരാൾ ചെയ്താൽ ആ സഹായം ലഭിക്കുന്നയാൾ സഹായം ചെയ്തയാളെ എന്ത് ചെയ്യും? വാഴ്ത്തും, അല്ലെങ്കിൽ സ്തുതിക്കും. അങ്ങനെയാണ് എങ്കിൽ, മനുഷ്യരുടെ ഇടയിൽ പോലും അതുണ്ട് എങ്കിൽ, ഉന്നതനായ ദൈവത്തെ എത്രമാത്രം വാഴ്ത്തിയാലാണ് മതിയാകുക എന്ന് നാം ചിന്തിക്കണം. നമുക്കൊരു ചെറിയ സഹായം ചെയ്യുന്ന ഒരാളെ ഒരു പക്ഷേ നമ്മൾ നന്ദിയോടുകൂടി സ്മരിക്കാറുണ്ട്, നല്ല വാക്കുകൾ അവരോട് പറയാറുണ്ട്, അല്ലെങ്കിൽ അവരെക്കുറിച്ച് നല്ല വാക്കുകൾ പറയാറുണ്ട്. അങ്ങനെയാണ് എങ്കിൽ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചതായ, എന്നെയും നിങ്ങളെയും വഴി നടത്തുന്നതായ, എന്നെയും നിങ്ങളെയും വീണു പോകാതെ തൻ്റെ വലം കരം കൊണ്ട് പിടിച്ചു നടത്തുന്നതായ ദൈവത്തെ എത്രമാത്രം സ്തുതിച്ചാലാണ് മതിയാകുക? സംഗീതങ്ങൾ നമ്മൾ ആവശ്യപ്പെടുന്നത് ദൈവത്തെ വാഴ്ത്തുക, ദൈവത്തെ വാഴ്ത്തുക. ദൈവത്തിൻ്റെ കൃപയോടുകൂടിയ സ്വഭാവത്തെ നാം ആദരിക്കുന്നു. തിരിച്ച് നാം ദൈവത്തെ വാഴ്ത്തുക എന്ന് പറയുന്നത് നാം ദൈവത്തിൻ്റെ കൃപയെ, അല്ലെങ്കിൽ ആ സ്വഭാവത്തെ നാം ആദരിക്കുന്നു, നാം ആരാധിക്കുന്നു, നാം സ്നേഹിക്കുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് കൊണ്ട് നാം പകരം കൊടുക്കുവാൻ നമുക്കൊന്നുമില്ല, മറിച്ച് ദൈവത്തെ വാഴ്ത്തുക, ദൈവത്തെ സ്തുതിക്കുക എന്നുള്ളതാണ് ഓരോ ദൈവത്തിൻ്റെ പൈതൻ്റെയും ദൗത്യം. രണ്ടാമത് പറയുന്നത് തൻ്റെ ഉപകാരങ്ങളെയും ഉടമ്പടിയും മറക്കാതിരിക്കുക. ദൈവം ചെയ്ത ഉപകാരങ്ങൾ നമ്മൾ ഒരിക്കലും മറക്കരുത്. മാത്രമല്ല, ദൈവം നമ്മോട് ചെയ്ത ഉടമ്പടികളും മറക്കാതിരിക്കുക. കാരണം ദൈവം മനുഷ്യനുമായി ചെയ്തതായ എല്ലാ ഉടമ്പടികളും അതിൻ്റെ കാലത്തിനനുസരിച്ച്, ദൈവത്തിൻ്റെ സമയക്രമം അനുസരിച്ച് അത് നിറവേറിയിട്ടുള്ളതാകുന്നു. നാമും മറന്നു പോകരുത്. ദൈവം നമ്മോട് ചെയ്ത ഉടമ്പടിയും നാം മറന്നു പോകരുത്. ഇസ്രായേൽ മക്കളോട് ചെയ്തതായ ഉടമ്പടി എന്തൊക്കെയായിരുന്നു എന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് ഇപ്രകാരം നിറവേറ്റപ്പെട്ടു എന്നും നാം മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ മറന്നു പോകരുത്. ദൈവത്തിൻ്റെ ഉടമ്പടിയെ നാം ഓർക്കണം. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുന്ന നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ ഉടമ്പടിയെയും ദൈവത്തിൻ്റെ ഉപകാരങ്ങളെയും മറന്നു പോകാതെ ജീവിക്കണം. ദൈവത്തെ വാഴ്ത്തണം, ദൈവത്തെ സ്തുതിക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ സിസ്റ്റർ വൈറ്റ് പറയുന്നത് ക്രിസ്തുവിൻ്റെ ജീവിതത്തെ ധ്യാനിച്ചുകൊണ്ടും ദിവസവും 1 മണിക്കൂർ ആ ചിന്തയിൽ മുഴുകണമെന്നാണ്. കാരണം ദൈവം നമുക്ക് നൽകുന്നതായ അനുഗ്രഹങ്ങൾ അത്ര വലുതാണ്. ഒരു ദിവസത്തിൽ ഒരു കുറച്ചു നേരം മാത്രമാണ് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടി, അതിന് മാത്രമായി നീക്കി വയ്ക്കുവാൻ വേണ്ടി സിസ്റ്റർ വൈറ്റ് നമ്മോട് ആവശ്യപ്പെടുന്നത്. ഒരു ദിവസത്തെ മുഴുവൻ സമയവും 24 മണിക്കൂറുകളും ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ആ ദൈവത്തിനെ വാഴ്ത്തുവാൻ, ദൈവത്തിനെ സ്തുതിക്കുവാൻ നാം എത്ര സമയമാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം നീക്കിവെക്കുന്നത് എന്ന് നാം ചിന്തിക്കണം. നമുക്ക് വേണ്ടി ദൈവം ധാരാളം സമയം ചിലവഴിക്കുമ്പോൾ, ഒരു മുഴുവൻ ദിവസവും നമുക്ക് വേണ്ടി ചിലവഴിക്കുമ്പോൾ
നാം ദൈവത്തിൻ്റെ ഉപകാരങ്ങളെ സ്തുതിക്കുവാൻ വേണ്ടി, ഉപകാരങ്ങളെ ഓർക്കുവാൻ വേണ്ടി, ദൈവത്തെ വാഴ്ത്തുവാൻ വേണ്ടി, ദൈവത്തിൻ്റെ ഉടമ്പടികളെ ഓർക്കുവാൻ വേണ്ടി ഒരു ദിവസത്തിൽ എത്ര സമയമാണ് നാം നീക്കിവെക്കുന്നത്? നാം ഓർക്കേണ്ടത്, നാം ദൈവത്തെ സ്തുതിക്കാൻ മറന്നുപോയാൽ നേരത്തെ പഠിച്ചതുപോലെ ദൈവത്തിന് കോപമുണ്ടാകും. നാം അത് നന്ദികേടാണ് കാണിക്കുന്നത്. ദൈവം നമ്മെ എത്രമാത്രം വഴി നടത്തി, അത്ഭുതകരമായി ദൈവം ജീവനുള്ളവരുടെ ദേശത്തു നിന്ന് വിട്ടുപോകാതെ നമ്മെ സംരക്ഷിച്ച് സൂക്ഷിക്കുന്ന ഒരു ദൈവത്തിന് നാം നന്ദിയുള്ളവരായിരിക്കണം, ദൈവത്തെ പ്രകീർത്തിക്കുന്നവരായിരിക്കണം, ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കണം. അങ്ങനെയാണ് എങ്കിൽ ക്രൂശിൻ്റെ ചുവട്ടിലെ പശ്ചാത്താപത്തിൻ്റെയും താഴ്മയുടെയും പാഠം നാം ശീലിക്കണം. അതിലപ്പുറമായ ഒരു താഴ്മയും അതിലപ്പുറമായ ഒരു യാഗത്തിൻ്റെയും ചിത്രം നമുക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. കർത്താവായ യേശു ക്രിസ്തു ആ ക്രൂശിൽ കാണിച്ചതായ ആ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും പാഠം നാം ഓരോരുത്തരും ശീലിച്ചേ മതിയാകൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുകയുള്ളൂ, ദൈവം നമ്മെ തൻ്റെ മക്കളായി സൂക്ഷിക്കുകയുള്ളൂ. ഈ ആഴ്ച പാഠം നമ്മൾ പറയുന്നത്, ദൈവം കരുണയുള്ളവനാണ്. എത്ര ഉന്നതനാണ് എങ്കിലും ദൈവം നമ്മളോട് കരുണ കാണിക്കുവാൻ തയ്യാറാണ്. നമ്മുടെ പാപങ്ങൾ എത്ര വലുത് എന്ന് പറഞ്ഞാലും ദാവീദ് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചതുപോലെ നാമും ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എങ്കിൽ ദൈവം നമ്മുടെ പാവങ്ങളെ ക്ഷമിച്ച് നമ്മെ വഴി നടത്തും. പക്ഷെ ഒന്നാവശ്യപ്പെടുന്നു ദാവീദ്, അല്ലെങ്കിൽ സങ്കീർത്തനങ്ങൾ ഒന്നാവശ്യപ്പെടുന്നു, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും നീ മറക്കരുത്. ഈ പാഠഭാഗം അവസാനിക്കുമ്പോൾ നമുക്കും പറയുവാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, നാമും ചിന്തിക്കേണ്ടത് ഒരു കാര്യമേ ഉള്ളൂ, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവ് നല്ല ദൈവമേ, അങ്ങയുടെ ഈ ഭാഗം പഠിക്കുവാൻ, അങ്ങയുടെ വചനം പഠിക്കുവാൻ നൽകിയ കൃപയോർത്ത് ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതങ്ങളെയും അടയാളങ്ങളെയും ഓർത്ത് ഞങ്ങൾ എപ്പോഴും എന്നും അങ്ങേ സ്തുതിക്കുന്നവരായിരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. കർത്താവേ, അതിനായി ഞങ്ങളെ ഒരുക്കണമേ, അതിനായി ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പഠിച്ച ഭാഗങ്ങൾക്കനുസൃതമായി ഞങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കുക, ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഇതിന് വഴിയൊരുക്കിയ ഈഡൻ ടിവിയെയും അതിലെ പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അനുഗ്രഹങ്ങൾ ധാരാളമായി കൊടുക്കണമേ, സമ്പൽ സമൃദ്ധമായി അവരെ നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനെ സഹായിക്കുന്നതായ പ്രിയദാസ് കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ കൃപയും അങ്ങയുടെ സമാധാനവും ആ കുടുംബങ്ങളുടെ മേലും ഉണ്ടായിരിക്കട്ടെ എന്ന് അടിയൻ യാചിക്കുന്നു. ദൈവമേ, ഇത് ശ്രദ്ധിച്ചവർ, ഇത് ശ്രവിച്ചവർ, ദൈവമേ, ഇത് കണ്ടവരൊക്കെയും അനുഗ്രഹിക്കപ്പെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ കുടുംബങ്ങളിലും അവരുടെ വ്യക്തി ജീവിതങ്ങളിലും ദൈവം അവിടുന്ന് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അവിടുന്ന് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നൽകിയ എല്ലാ നല്ല ദാനങ്ങൾക്ക് നന്ദി പറയുന്നു. കർത്താവേ, വീണ്ടും കണ്ടുമുട്ടുവോളം അപ്പൻ്റെ കൃപയിൽ കാത്തുകൊള്ളണം. സകലവിധ മാനവമോത്വം അവിടെ നിന്ന് കൈക്കൊള്ളണം. സകലതും ഞങ്ങൾക്കായി ജീവിക്കുന്ന ക്രിസ്തയേശുവിൻ നാമത്തിൽ ചോദിക്കുമ്പോൾ തന്നെ ആമേൻ.